മോൾ ഉറങ്ങിക്കോളാൻ ഞാൻ പറഞ്ഞതല്ലേ? അമ്മേ, ഞാനിപ്പോ അമ്മാവനെ വിളിച്ചിരുന്നു. ഹരി അമ്മാവനോട് കുറെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് എങ്ങോട്ടും ഇറങ്ങിപ്പോയെന്നാ പറഞ്ഞ. നീ വിഷമിക്കണ്ട. അവൻ എവിടെ പോവാനാ? കൂടി വന്ന ആ പാടത്ത് പോയിരിക്കും, കരയും. അത് കഴിയുമ്പോ മോളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ഹരിയെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റില്ല അമ്മ. എനിക്കറിയാം ഹരിയുടെ മനസ്സ്. നമുക്ക് പാടത്തൊന്ന് പോയി നോക്കിയാലോ? ഈ നേരത്തോ? മോളെ, ഈ നേരത്ത് ഞാനും നീയും ഒന്നിച്ചിറങ്ങിയ എന്തൊക്കെയാ സംഭവിക്കാന്ന് നിനക്കറിയില്ലേ? പിന്നെ ജീവൻ പറഞ്ഞൊരു ഭീഷണിയുണ്ടല്ലോ. നിന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നിയ അത് ഹരിയോടാണ് തീർക്കുകയെന്ന്. അവനത് ചെയ്യും മോളെ. ഒരു കേസിൽ അകപ്പെട്ടാൽ ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചാ മോളത് സഹിക്കൂ? പറ. ഞാൻ എന്താ അമ്മേ ചെയ്യണ്ട? ജീവിക്കാൻ സമ്മതിക്കില്ല, ഒന്ന് കരയാൻ പോലും സമ്മതിക്കില്ല. പണ്ടുള്ളവര് പറയാറില്ലേ, ദുഷ്ടനെ പന പോലെ വളർത്തുവെന്ന്. ആ വളർച്ചയിപ്പം നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവങ്ങൾ പോലും നിശബ്ദരായി പോവും ഇതുപോലെയുള്ളവര് കൊല്ലാൻ വേണ്ടി ഇറങ്ങുമ്പോ. എന്നെ ചൊല്ലില്ല അമ്മ ഈ പ്രശ്നങ്ങള്. എത്രയോ നാള് മുന്നേ ഞാൻ അമ്മയോട് ചോദിച്ചതാ ഈ ജീവിതം അവസാനിപ്പിച്ചോട്ടെ എന്ന്. അന്ന് അമ്മയാണ് എന്നെ തടുത്തു നിർത്തിയത്. അപ്പോ അമ്മയ്ക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. അച്ഛനുണ്ട്, എല്ലാത്തിനും കൂടെ ഉണ്ടാവുമെന്ന്. എന്നിട്ടിപ്പോ അച്ഛനും നമ്മളെ വിട്ടു പോയില്ല. ഇനി എന്തിനാ അമ്മ ഞാൻ ഇങ്ങനെ ബാക്കിയാവുന്ന? പണ്ടമ്മ നിന്നോട് പറഞ്ഞിരുന്നത് ഒരുമിച്ച് ജീവിക്കണമെന്ന്, എല്ലാത്തിലും പിടിച്ചു നിൽക്കണമെന്ന്. ഇപ്പൊ അമ്മയുടെ മനസ്സിന് ഇടർച്ചയുണ്ട്. അമ്മയുടെ ഹൃദയം തന്നെ അച്ഛൻ വെട്ടിപ്പൊളിച്ചത്. ചാകണമെങ്കിൽ നമുക്കത് ഒരുമിച്ചാവാം. അമ്മ അപ്പോഴും കൂട്ടുണ്ടാവും നിനക്ക്. അമ്മ മോൾക്ക് എവിടെയെങ്കിലും നിർത്തി ഭക്ഷണം വല്ലതും വാങ്ങിച്ചു കൊടുക്കണോ? വേണ്ട സാറേ, ഈ ചെയ്യുന്നത് തന്നെ വലിയ ഉപകാരം. അതൊന്നും സാരമില്ല. എന്റെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ നോക്കണ്ട. ഞങ്ങളെ അങ്ങ് അവിടെ എത്തിച്ചെന്നാ മതി സാറേ. അല്ല, ഇനി എങ്ങോട്ടാ? അവിടുന്ന് എടുത്തോട്ട് സാറേ.